എല്ലാവർക്കും ജസ്റ്റ് എ മിനിറ്റ് വിത്ത് അനൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സ്നാക്കാണ്. പൊട്ടറ്റോ വെഡ്ജസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്നാക്കാണ്. മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ക്രിസ്പിയും ഭയങ്കര ക്രഞ്ചിയുമാണ്. നമ്മളിത് ഒരു തവണ അത് ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. ഭയങ്കര സിമ്പിളാണ്. കോമൺലി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണും ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്നാലേ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. വേറെ കാര്യം, നമ്മളൊരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ 4 എന്നാണ് അതിൻ്റെ പേര്. അത് വീട് പണിയെക്കുറിച്ചും പിന്നെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ട്, അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ, ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ തരുന്നൊരു ചാനലാണ്. അതിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങാണ് എടുത്തത്. ഏത് വെറൈറ്റി ഉരുളൻകിഴങ്ങ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ചോളപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒറിഗാനോ ലീവ്സ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഹെർബ്സ് ഉപയോഗിക്കാം. ഇത് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉണക്കമുളക് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ വെളുത്തുള്ളി വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് 1/2 ടീസ്പൂണാണുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണം. നമ്മൾ പിന്നെ വെള്ളത്തിൽ പുഴുകുന്നതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം. പിന്നെ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം. പിന്നെ നമ്മളിത് ഓവനിലല്ല ഫ്രൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒരു 15 മിനിറ്റോളം വെള്ളത്തിലിട്ടേക്കണം. അതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ട് ഇത് ബ്രഷ് കൊണ്ട് കഴുകിയെടുക്കണം. ബ്രഷ് ഇത് ഞാനിപ്പം ഫ്രഷായിട്ട് എടുത്ത ബ്രഷാണ്. അത് നന്നായിട്ട് ഇതിലത്തെ മണ്ണൊക്കെ പോകണം. എന്നുവെച്ചാൽ നമ്മൾ ഈ തൊലിയും കൂടെ വെച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊലി അങ്ങ് ചീകി കളഞ്ഞാൽ മതി. പക്ഷേ ഇതിൻ്റെ തൊലിയും കൂടി ഇതിനകത്ത് ഇരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒരെണ്ണം നമ്മൾ കഴുകി കഴിഞ്ഞു. സുന്ദരനായിട്ടുണ്ട്. ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ സുന്ദരനാക്കിയത്, ഇത് സുന്ദരനാവാനുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഡിഫറൻസ്? അപ്പോൾ അത്രയും ചെളി അതിനകത്ത്, അതുകൊണ്ട് നല്ലോണം കഴുകുക. ആദ്യം ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഹാഫിനെ വീണ്ടും അടുത്ത പകുതി. ഓക്കെ, എന്നിട്ട് അത് ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 8 പീസ് വെഡ്ജസ് കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയുള്ള പീസസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ എല്ലാം കട്ട് ചെയ്തു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് പുഴുങ്ങണം. ഒരു മിനിറ്റേ, ഞാനൊരു നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ജ്യൂസില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ, അതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തൊരാശ്വാസം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഉപ്പും ഒരു 3/4 വേവ് ആവണം കേട്ടോ. അത്രയും വരെ ഇത് പുഴുങ്ങണം. നമുക്കിത് വെന്തോ നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിനി പ്ലേറ്റിലേക്ക് മാറ്റാം.
വെള്ളം ഡ്രെയിൻ ചെയ്യാൻ ഇതിലോട്ടിട്ടതേ. നമുക്കിനി നമ്മുടെ മാവ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ 1 കപ്പ് ചോളപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളില്ലേ, മുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, ഒറിഗാനോ ലീവ്സ്, പിന്നെ നമ്മുടെ ഉപ്പ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നിറം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മളിത് കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ കുറച്ച് എരി ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ആദ്യമേ കയറി എല്ലാ വെള്ളവും ഇട്ട് കൊടുത്താൽ ശരിയായിട്ട് കിട്ടത്തില്ല നമുക്ക്. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചാലേ ഇതൊരുമാതിരി ഇതിൻ്റെ കട്ട പിടിച്ചും ബാക്കി വെള്ളം അങ്ങനെയായിട്ട് കിടക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ അളവും എല്ലാം നിങ്ങൾക്ക് ഏതിലാണോ രുചി കൂടുതൽ തോന്നുന്നത് അതാണ് നമുക്കിഷ്ടം. ചിലർക്ക് മുളക് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഉപ്പ് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റി ചെയ്യുക. ഒരു ജനറലായിട്ടൊരു മെത്തേഡ് ഇൻഗ്രീഡിയൻസും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിൽ ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് വെറൈറ്റി ആയിട്ട് നമുക്ക് പരീക്ഷിക്കാം. അതാണ് കുക്കിങ്ങിൻ്റെ ഒരു രസം എന്ന് തന്നെ പറയുന്നത്. നല്ല വെള്ളമായിട്ട് വരണം കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. മാവാകുമ്പോൾ കുറച്ചുകൂടി കട്ടിയുണ്ട്. അത്രയും കട്ടി വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് പറ്റി പിടിച്ചാൽ മതി. ഒരുപാട് കോട്ടിങ് വേണ്ട. നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്തേ ജസ്റ്റ് ഒരു ലെയർ മതി. ഓക്കെ, ഇനി നമുക്കിത് മുക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മുങ്ങി പൊരിക്കാനുള്ള എണ്ണ വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് മുരിയും. അന്നേരം പിന്നെ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ക്രിസ്പിനെസ് കിട്ടത്തില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ചൂടായിട്ടുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കേ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചിട്ട് വറുക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്ന് പെട്ടെന്ന് തന്നെ ഇത് വേവാതാവും. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഫ്രൈ ചെയ്താലും അതന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്തെടുക്കുക. ബാച്ചായിട്ട് വറുത്തെടുക്കുക. ചൂടെണ്ണ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ എണ്ണ തണുത്തിട്ട് പിന്നെ റീയൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഉരുളക്കിഴങ്ങാണെങ്കിലും വീട്ടിലുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് കുറേ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ക്രഞ്ചി ആൻഡ് ക്രിസ്പി നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്യണം. അടുത്ത ബാച്ചും റെഡിയായി. അതുകൊണ്ട് ആദ്യത്തെ ബാച്ചിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, പകുതിയായേ. നല്ല ക്രഞ്ചിയാണ്, നല്ല ഭയങ്കര ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളിതാണ്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇതാക്കി ഇട്ട് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് കണ്ണനെ കൊണ്ട് കഴിപ്പിക്കാമേ. കണ്ണാ വാ വാ. നമ്മളിതല്ലേ ഭയങ്കര ക്രിസ്പിയാണ്, എന്നാൽ പക്ഷേ വേണ്ട അകം കാണിച്ചു തരാം ഞാൻ. അകം ഭയങ്കര സോഫ്റ്റാണ്, കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. ഇഷ്ടപ്പെട്ടോ വാവേ? Okay, bye bye. Thank you.